അങ്ങനെ ICICIയുടെ ഭാഗത്തു നിന്ന് വലിയൊരു അപ്ഡേറ്റ് തന്നെ വന്നിരിക്കുകയാണ്. ICICIയുടെ iShop എന്ന പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. HDFC യൂസേഴ്സിനൊക്കെ സ്മാർട്ട് ബൈ എന്ന പ്ലാറ്റ്ഫോം അറിയാം. സ്മാർട്ട് ബൈ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ iShop ഒക്കെ വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 6x റിവാർഡ് റേറ്റ് തൊട്ട് 12x റിവാർഡ് റേറ്റ് വരെയാണ് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, വൗച്ചേഴ്സ് ഒക്കെ ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്ന 2 ക്രെഡിറ്റ് കാർഡ്സ് ആണ് ICICIയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഉപകാരപ്പെടുന്നത്. ICICIയുടെ എമറാൾഡ് മെറ്റൽ പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡും ICICIയുടെ ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡുമാണ്. എമറാൾഡ് മെറ്റൽ പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഗുലർ റിവാർഡ് റേറ്റ് വരുന്നത് 3% ആയിരുന്നു. ഈ നമ്മൾ ICICIയുടെ iShop വഴി ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 12x റിവാർഡ് റേറ്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 36% ആണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6x റിവാർഡ് റേറ്റ് ആണ് വരുന്നത്. 18% ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ 2% ആയിരുന്നു റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് റേറ്റ്. ഇനി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 6x റിവാർഡ് റേറ്റ് ആണ് വരുന്നത്. 12% ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12x ആണ് റിവാർഡ് റേറ്റ് വരുന്നത്. 24% വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാർഡ് വഴി കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഈ ക്രെഡിറ്റ് കാർഡ്സിനാണെങ്കിലും ഓവറോൾ എല്ലാ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സും നമുക്ക് ഇതിൽ റിവാർഡ് റേറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾ ഇനി ICICI ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ എന്നുള്ള കേസ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.